ഇന്ത്യയിലെ വ്യവസായ പ്രമുഖന്മാരിൽ ഒരാളായ അദാനിയെ തകർക്കാനുമായിട്ട് നേരത്തെ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടുമൊക്കെ എടുത്തുകൊണ്ട് ജോർജ് സോറോസും ടീമും ഒന്നിറങ്ങി. പിന്നീട് അതെല്ലാം പൊളിഞ്ഞുപോയി. ഇപ്പോൾ അമേരിക്കയിലെ മറ്റൊരു മാധ്യമം വീണ്ടും അദാനിക്കെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ടുമായിട്ട് പുറത്തേക്ക് വരുന്നു. അങ്ങനെയുള്ള ഒരു വാർത്ത ശ്രദ്ധപ്പെട്ടു. അതായത് വാഷിങ്ടൺ പോസ്റ്റ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അദാനി കടത്തിൽ മുങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അദാനി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള മട്ടിൽ. എന്നിട്ട് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 35,000 കോടി രൂപ 32,000 കോടി രൂപ അദാനിയുടെ കമ്പനികളിൽ സബ്സിഡിയറികളിലുമൊക്കെ അദാനി പോർട്സ്, അദാനി എനർജി തുടങ്ങിയ കമ്പനികളിലെല്ലാം കൂടി കടപ്പത്രങ്ങൾ വാങ്ങി 32,000 കോടി രൂപ അദാനിയെ സഹായിച്ചു. അത് ധനമന്ത്രാലയം പറഞ്ഞിട്ടാണ്. ധനമന്ത്രാലയത്തിൻ്റെ സമ്മർദ്ദം LICക്ക് സഹിക്കാൻ പറ്റാതെ LIC നിക്ഷേപിക്കേണ്ടി വന്നതാണ്. അദാനി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വാഷിങ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ചു ഒരു വാർത്ത. അത് കേരളത്തിൽ മീഡിയ വൺ ഭയങ്കരമായിട്ട് കൊണ്ടാടാൻ ഇന്നലെയൊക്കെ ശ്രമിക്കുന്നുമൊക്കെ ഉണ്ടായിരുന്നു. ശുദ്ധ തട്ടിപ്പാണിത്. അതായത് LIC ഇതിൻ്റെ വിശദീകരണക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. LICയുടെ വിശദീകരണക്കുറിപ്പൊന്നും ഇവര് കണ്ട മട്ടില്ലതാനും. സത്യത്തിൽ ഈ നിക്ഷേപമുണ്ട് ഈ അദാനി കമ്പനികളിൽ. കാരണം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ വലിയ കമ്പനികളിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് കമ്പനികളൊക്കെ അപേക്ഷിച്ച് ഈ മൊത്തം LIC കമ്പനികളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് 54 ലക്ഷം കോടി രൂപ ആണ്. 54 ലക്ഷം കോടി രൂപ നിക്ഷേപിച്ചതിൽ അദാനിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് 0.97% മാത്രമാണ്. ഈ 54 ലക്ഷം കോടി രൂപയുടെ 1% പോലും അദാനിയുടെ കമ്പനികളിൽ LIC നിക്ഷേപിച്ചിട്ടില്ല. 32,000 കോടി രൂപ ഇത് വരും എന്നുള്ളത് ശരി. അപ്പോൾ ടാറ്റ കമ്പനികളിൽ LIC നിക്ഷേപിച്ചിരിക്കുന്നത് ഈ മൊത്തത്തിൻ്റെ 6.9% ആണ്. 1.3 ലക്ഷം കോടി രൂപ ടാറ്റ കമ്പനികളിൽ. ITCയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് 15.9%, 82,800 കോടി രൂപ. പിന്നെ HDFC ബാങ്കിൽ 4.9%, 4.9%, 64,725 കോടി രൂപ LIC നിക്ഷേപം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI 9.6%, 9.6%, 79,361 കോടി രൂപ. അപ്പോൾ അദാനിയുടെ സ്റ്റോക്കുകളിൽ LICക്ക് 60,000 കോടി രൂപ നിക്ഷേപമുണ്ട്. ആദിത്യ ബിർള അതിൽ 42,600 കോടി രൂപ ഉണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ 0.975% മാത്രം വരുന്ന 32,000 കോടി രൂപയുടെ കഥയുമായിട്ട് വാഷിങ്ടൺ പോസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ അദാനിക്കെതിരെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പല റിപ്പോർട്ടും വരുമായിരുന്നു. അതെ, ഈ ഹിൻഡൻബർഗ് തന്നെ ജോർജ് സോറോസിന്റെ ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് എന്നുള്ളത് തെളിഞ്ഞു. പൊളിഞ്ഞുപോയി അവരോരോന്നിങ്ങനെ ഇറക്കുന്നത്. ആ സമയത്ത് അദാനിയുടെ ഓഹരികൾ ഇടിയുകയും ചെയ്തു. ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നിട്ട് ഹിൻഡൻബർഗ് പൂട്ടിപ്പോവുകയും ചെയ്തു. കാരണം ആകെ 6 പേര് മാത്രം ജോലി ചെയ്തിരുന്ന ഒരു മുർക്കാങ്കട അതായിരുന്നു ഹിൻഡൻബർഗ് എന്നുള്ളത് വെളിവായിരുന്നു. പിന്നെ ഇത്തരം ചില കമ്പനികളും ഒക്കെ ഉണ്ട്. ഇപ്പോ BR ഷെട്ടി ഉണ്ടായിരുന്നില്ലേ ഗൾഫില്? ഷെട്ടിയൊക്കെ തോൽപ്പിക്കാനൊക്കെ അമേരിക്കയിലൊരു അഡ്വക്കേറ്റ് ആയിരുന്ന ഒരാള്, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആള്. ഇങ്ങനെ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയും. അതായത് ബാലൻസ് ഷീറ്റിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പൊ ഇതിന്റെ ഷെയർ കുറയുമല്ലോ. ഇതിപ്പോൾ നേരത്തെ തന്നെ വാങ്ങിക്കൂട്ടുക ചെറിയ വിലയ്ക്ക്, പിന്നെ വിറ്റഴിച്ച് കാശുണ്ടാക്കുക, ഇങ്ങനത്തെ തട്ടിപ്പ് പരിപാടിയൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ഒരാളാണ് ഈ BR ഷെട്ടിയൊക്കെ. ഈ
ബാലൻസ് ഷീറ്റ് വായിച്ചാൽ അതിൽ നിന്ന് വ്യാജ കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അതായത് ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യുക ആഗോളമായിട്ട്. അദാനി പ്രധാനപ്പെട്ട ഒരു ഹിന്ദു കോർപ്പറേറ്റ് ആണ്, മോദിയുടെ വലങ്കയാണ് എന്ന് പറഞ്ഞിട്ടാണ്, ഗുജറാത്താണല്ലോ എന്ന് ആരോപിച്ചിട്ടാണ് ഈ ജോർജ് സോറോസ് നേരിട്ട് തന്നെ മോദിയെ ഈ അദാനി ബന്ധം പറഞ്ഞിട്ട് ദാവോസിൽ ആക്രമിച്ചിട്ടുണ്ട് പരസ്യമായിട്ട്. മ്യൂണിക്കില് ഈ ലോക സാമ്പത്തിക ഫോറം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളിൽ പരസ്യമായി തന്നെ അദാനിയെയും മോദിയെയും വിമർശിച്ചിട്ടുള്ള ആളാണ് ജോർജ് സോറോസ്. ആ പ്രസംഗങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ അമേരിക്കയിൽ ഇപ്പൊ ഡീപ് സ്റ്റേറ്റ് വളരെ ആക്റ്റീവാണല്ലോ. ട്രംപിന്റെ ഈ താരിഫും ഒക്കെ ട്രംപിനെ ഉടനെ അട്ടിമറിക്കാം എന്നുള്ള മട്ടില് അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ഈ വാഷിങ്ടൺ പോസ്റ്റില്. അപ്പോൾ വാഷിങ്ടൺ പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ധനമന്ത്രാലയത്തിൻ്റെ മറ്റേ നിർമ്മല സീതാരാമൻ്റെ കീഴിലുള്ള ധനമന്ത്രാലയത്തിലെ ഫിനാൻഷ്യൽ സർവീസസ് അവർ LICയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഈ അദാനിയുടെ കടപ്പത്രങ്ങളിൽ 32,000 കോടി രൂപ LIC നിക്ഷേപിച്ചത് എന്നാണ് വാഷിങ്ടൺ പോസ്റ്റിന്റെ ആരോപണം. അതിൽ 3.4 ബില്യൺ കടപ്പത്രങ്ങളിൽ അദാനിയുടെ 507 മില്യൺ ഇങ്ങനെ ഓഹരികളിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് ആരോപണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനമന്ത്രാലയം പറഞ്ഞു എന്ന്, സർക്കാരിൻ്റെ കടപ്പത്രത്തിൽ 10 കൊല്ലത്തേക്ക് നിക്ഷേപിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പലിശ അദാനിയുടെ കടപ്പത്രങ്ങളിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ സർക്കാർ കടപ്പത്രത്തിൽ നിക്ഷേപിക്കേണ്ട, അദാനിയിൽ നിക്ഷേപിക്കും. വ്യാജകഥയാണ്. ഒരു കൺവിൻസിംഗ് ആയിട്ട് തോന്നണമല്ലോ. ഇതിന് തെളിവായിട്ട് ഇവർ പറയുന്നത്, വാഷിങ്ടൺ പോസ്റ്റ് ഉദ്ധരിക്കുന്നത്, പേരൊന്നും പറയാതെ 3 ബാങ്കർമാരോട് ചോദിച്ചു. പിന്നെ ഫിനാൻസ് ധനമന്ത്രാലയത്തിൽ നിന്നുള്ള രേഖകൾ, എന്ത് രേഖ? LICയുടെ രേഖകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. LICയുടെ വിശദീകരണ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിരുന്നില്ല, സ്വതന്ത്രമായ ബോർഡാണ് ഞങ്ങളുടേത്, ഞങ്ങളുടെ മുകളിൽ ആരും സമ്മർദ്ദവും ചെലുത്താറില്ല, ഈ ഉദ്ധരിക്കുന്നത് പോലെയൊന്നും ഒരു രേഖയും ഇല്ല, അദാനിയെ സഹായിക്കാമെന്നൊന്നും പറഞ്ഞിട്ട് ഒരു രേഖയും LICയിലും ഇല്ല, ധനമന്ത്രാലയത്തിലും ഇല്ല. ഇതൊക്കെ കള്ളത്തരമാണ്. വെറുതെ വ്യാജ കഥകള് ജോർജ് സോറോസോ ആരോ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ അച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദാനിയുടെ കടം വീട്ടാൻ വേണ്ടി LIC ഇറങ്ങിയതാണ്. എല്ലാ കോർപ്പറേറ്റുകൾക്കും കടമൊക്കെ ഉണ്ടാവില്ലേ? കടം മേടിച്ചിട്ടല്ലേ കച്ചവടം നടത്തുന്നത്. അപ്പോൾ അമേരിക്കയിൽ പരിശോധന നടന്ന കാര്യം പറയുന്നുണ്ട് ഇവര് അദാനിക്കെതിരെ. ഇറാനിൽ നിന്ന് അദാനി LPG ഇറക്കുമതി ചെയ്തത് അമേരിക്കയിൽ പിടിച്ചു എന്നൊക്കെയാണ് വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നത്. അങ്ങനെ ഒരു വിവരമൊന്നും നമുക്കില്ല, അല്ലേ? ഇറാന്റെ ഗോസ്റ്റ് ഫ്ലീറ്റുമായിട്ട് അദാനിക്ക് ബന്ധമുള്ള വേറെ 2 പേരുടെ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഇന്ത്യൻ കമ്പനികളുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഷിപ്പിംഗ് കപ്പൽ ഉടമകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദാനി അതിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അമേരിക്കൻ കോടതി 2024 അദാനിയെ കുറ്റപ്പെടുത്തിയിരുന്നു. 2236 കോടി രൂപ കോഴ കൊടുത്തു അദാനി. അത് ഈ ആന്ധ്രയിലെ ഹൈദരാബാദിലെ ഏതോ കമ്പനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യാജ കഥ അമേരിക്കയിൽ ഇറക്കിയിരുന്നു ആ കാലത്ത്, ബൈഡന്റെ കാലത്ത്. അതായത് ഇന്ത്യയിൽ കോഴ കൊടുത്തിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ കേസ് എങ്ങനെയാ വരുന്നതെന്ന് അന്നും ഞാൻ ചോദിച്ചിരുന്നു, ഇല്ലേ? ഇന്ത്യയിലൊരു കോഴ എന്നും പറഞ്ഞിട്ട് അമേരിക്കയിൽ എങ്ങനെയാണ് കേസ് ഉണ്ടാവുന്നത്? ആ കാലത്ത് ജോർജ് സോറോസിന്റെ കയ്യിൽ നിന്ന് ബൈഡൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പൈസ മേടിച്ചിരുന്നു. അപ്പൊ ബൈഡൻ ജോർജ് സോറോസ് പറഞ്ഞ പോലെ കുറച്ച് ആ കേസും തള്ളിപ്പോയില്ലേ അവിടെ. അപ്പോൾ കടങ്ങൾ തീർക്കാൻ വേണ്ടി LIC അദാനിയെ സഹായിക്കുന്നു എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നത്. മെയ് 30 കടപ്പത്രങ്ങൾ, അപ്പൊ അദാനിയും വിശദീകരണക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ സമയത്തും അദാനി വിശദീകരിച്ചിരുന്നു. കടപ്പത്രങ്ങൾ LIC വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അത് മറ്റേ
രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇത് അന്ന് തന്നെ എതിർത്തിരുന്നതാണ്. കാരണം പണം എടുത്തിട്ട് LIC ദുരുപയോഗം ചെയ്യുന്നു എന്ന് രാഹുൽ പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ വായിച്ചില്ലേ ഓരോ കമ്പനിയിലും എത്ര ഇട്ടിട്ടുണ്ടെന്ന്. അദാനി പ്രധാനപ്പെട്ട കമ്പനിയല്ലേ, അതിൽ LIC ഓഹരി വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന്. അപ്പൊ അദാനി പോർട്സ്, പിന്നെ അദാനി ഗ്രീൻ എനർജി, ഈ കമ്പനിക്കൊക്കെ A+ റേറ്റിംഗ് ഉണ്ടെന്നേ. വലിയ റേറ്റിംഗ് ഉള്ള കമ്പനിയിലല്ലേ LIC ഇട്ടിരിക്കുന്നത്. അദാനിയുടേത് ഞാൻ പറഞ്ഞല്ലോ ഇത്രയേ ഉള്ളൂ, 1% താഴെ LIC നിക്ഷേപിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇതിൻ്റെ സബ്സിഡിയറി ആയിട്ടുള്ള അംബുജ സിമെന്റ്സ് ഇങ്ങനത്തെ കമ്പനികളിലൊക്കെ ഇട്ടിട്ടുണ്ട്. അംബുജ സിമെന്റ്സ് വലിയ കമ്പനിയല്ലേ, അദാനി ഏറ്റെടുത്താണ്. അത് വേറെ കമ്പനി ആയിരുന്നാണ്, അദാനി മേടിച്ചതാണ്, വലിയ സിമെന്റ് കമ്പനിയാണ്. പിന്നെ LICയുടെ മൊത്തം ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, 54 ലക്ഷം കോടി. ഇതിൻ്റെ അകത്ത് 0.975% വരുന്നുള്ളൂ അദാനി കമ്പനികളിൽ LICയുടെ നിക്ഷേപം. അതുകൊണ്ട് LICക്ക് കുഴപ്പമൊന്നും വരാനില്ല. അദാനിയിൽ നിന്ന് അതിൻ്റെതായ പലിശ, അദാനി നഷ്ടത്തിലൊന്നും ഓടുന്ന കമ്പനിയല്ലല്ലോ, പലിശയും കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സോറോസിന്റെ എങ്ങനെയെങ്കിലും ഈ അദാനിയെ പൊട്ടിക്കണം എന്നാഗ്രഹമുണ്ട്. രാജ്യാന്തര തലത്തിൽ പല കമ്പനികളും ഒക്കെ ഏറ്റെടുക്കുന്നുണ്ട് ഇല്ലേ. അതായത് ലോകത്തിലെ 1-കിട കമ്പനികളിൽ ഒന്നായിട്ടൊരു ഹിന്ദു കമ്പനി ഇങ്ങനെ മുന്നേറുന്നത് ചിലരുടെ കണ്ണിൽ പിടിക്കുന്നില്ല. അതുകൊണ്ടുണ്ടായൊരു കഥ മാത്രമാണിത്. അത് LICയും വിശദീകരിച്ചു, അദാനിയും വിശദീകരിച്ചു. മാപ്രകൾ കേരളത്തിൽ മാത്രമല്ല അമേരിക്കയിലും ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.